ഹലോ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും ഇന്ന് ഊബറും ഡോർഡാഷൊക്കെ അവിടെ ഇറങ്ങിയതാണ്. ഇപ്പം സമയം 3:20 വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ആപ്പ് ഓണാക്കിയതേ ഉള്ളൂ. തന്നെ ഡോർഡാഷിൽ നിന്നൊരു ഫസ്റ്റ് ഓർഡർ കിട്ടി. സൂപ്പർ സ്റ്റോറിൽ നിന്നുള്ള പിക്കപ്പാണ്. അവിടെ നിന്നൊരു 12 കിലോമീറ്റർ. ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ഇപ്പം ഊബർ ഓടുന്നുണ്ട്. ആവറേജ് ഒരു $130-140 ആകുന്നിടം വരെ ഞാൻ ഓടും. അതാവുമ്പം വണ്ടിയുടെ ഒരു $30 എടുത്ത് ഫ്യൂവലിൻ്റെയും പോയി കഴിഞ്ഞാൽ ഒരു 110-120 കിട്ടുന്ന പോലെ ഞാൻ ഡെയിലി ഇപ്പോൾ ഓടാറുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ പിക്കപ്പ് പോയിന്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിയുമ്പം നമ്മളിവരെ ഇനിയും വിളിക്കണം. നമ്പർ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവരെ ഞാൻ വിളിക്കുന്നു. Hello, PC Express. How may I help you? DoorDash pickup for Mary C. Order number 8439. 8439? Yep. And which parking spot are you at? Number 5. Number 5. Alright, thank you. Okay. Bye-bye. ഓക്കെ, അപ്പോൾ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ഓർഡർ കൊണ്ട് തരുന്ന നമ്പരെ നമുക്ക് നോക്കിയിരിക്കാം. ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഓർഡർ നേരത്തെ വരുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. Yeah. Thank you. ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇത്രയും നമ്മുടെ ഓർഡർ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിൽ പോയി ഇത് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ഉണ്ട്, ഏകദേശം ഒരു 8 കിലോമീറ്റർ. നമ്മളിന്ന് വേഗം ചാടാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് എടുത്ത് പോവാം. ഒരു ചെറിയ ഷോർട്ട് കട്ടാണ് ഗൈസ്. ഇതാണ് ഞാൻ ഈ വഴി വരുമ്പം എപ്പോഴും എടുക്കാറുള്ള ഒരു ഷോർട്ട് കട്ട്. ടക ടക ടക. അതാകുമ്പം വേഗം നമുക്ക് ചെല്ലേണ്ട സമയത്ത് നമ്മളൊരു 200 മീറ്റർ ലാഭിച്ചു. നമ്മൾ നമ്മുടെ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഈ സ്ട്രീറ്റിൽ എവിടെയോ ആണ് 335. നമ്മൾ എത്തിയിട്ടുണ്ട്. ആള് വെളിയിലുണ്ട്. Hey, it's a delivery from Superstore. Yeah. You can just leave it out here. Okay. Thank you so much. Thank you so much. There it is. That's it. Have a good day. അങ്ങനെ ആ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. $11 ഡോർഡാഷിൻ്റെ പേ ആയിരുന്നു. ബാക്കി $3 ഇവർ തന്ന ടിപ്പ്. കുറവാണ്. ഡൺ. ഓക്കെ, ഊബറിൽ നിന്നൊരു ഡെലിവറി വന്നിട്ടുണ്ട്. ബട്ട് 4.9 കിലോമീറ്റർ, $4.5. കാര്യം അത് നഷ്ടമാണ്. എടുക്കണോ? വേണ്ട, അത് ഞാൻ എടുത്തില്ല. വൻ നഷ്ടമാണ്. ഓക്കെ, ഒരെണ്ണം വന്നിട്ടുണ്ട്. എടുക്കാം. ഓക്കെ, അതിൽ ഞാനത് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. $5 സാധനം റെഡി ആയിട്ടിരിക്കുമായിരുന്നു ഗൈസ്. രക്ഷപ്പെട്ടു. ഓർഡർ വെരിഫൈഡ്, കംപ്ലീറ്റ് പിക്കപ്പ്. അപ്പം നമുക്ക് ഇതുകൊണ്ട് കൊടുത്തിട്ട് വരാം. നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതുണ്ട്, നമുക്ക് വെച്ചിട്ട് വരാം.
ഇപ്പം നമുക്ക് എത്ര കിട്ടി? ലാസ്റ്റ് ട്രിപ്പ് ലോഡാവുന്നേ ഉള്ളൂ. ഓക്കെ, $3 ഊബർ തന്നു, $2 അവർ ടിപ്പിട്ടു. സോ ടോട്ടൽ $5. നമ്മൾ അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഏതെങ്കിലും കടയിലൊക്കെ മൂട്ടിപ്പോയി കിടക്കാം. ഗൈസ്, അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. അതും ഡോർഡാഷിൽ നിന്നാണ്, പിസ്സ ഹട്ടിൽ നിന്ന്. ഒരു $8, മൊത്തം 5.8 കിലോമീറ്റർ ഓട്ടം. ഓക്കെ, നമ്മൾ പിക്ക് ചെയ്തു. അത് പോയി പിക്ക് ചെയ്തിട്ട് വരാം. Memorial Avenue. ഓക്കെ, ഇപ്പോൾ 2 ഓർഡർ വന്നിട്ടുണ്ട്. രണ്ടും പിക്ക് ചെയ്തു. ഒന്ന് ഊബറും ഒന്ന് ഡോർഡാഷാണ്. സോ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വേണം സെറ്റാക്കാൻ. നമ്മൾ ആദ്യത്തെ പിസ്സ ഹട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബാഗും എടുത്തുണ്ട്. ആ ഓർഡർ പോയി പിക്ക് ചെയ്തിട്ട് വരാം. എന്താണെങ്കിലും The DoorDash one is not ready yet. നോ. No, maybe 2 more minutes. ഓക്കെ. DoorDash for James? Yeah. Funny. Oh, it's too big. അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടി. ഇതിപ്പോൾ ഞാൻ കൺഫേം പിക്കപ്പ് കൊടുക്കണില്ല. ഒരു 2 മിനിറ്റ് മറ്റേ ഓർഡറും കൂടെ എടുത്ത് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കൊടുക്കും. അതാകുമ്പോൾ വലിയ സീൻ വരില്ല. എന്ത് ചെയ്യാനാണ് ഗൈസ്, പെട്രോളിനുള്ളത് ആവശ്യമായിട്ടുണ്ടേ. അവരെ തീറ്റിച്ചാൽ മാത്രം പോരല്ലോ. അപ്പം നമുക്കിങ്ങനെ ചെറിയ 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 ഉടായ്പകളൊക്കെ കാണിച്ചേ പറ്റൂ. അവസ്ഥയാണ് അവസ്ഥ. ഇപ്പം നമ്മൾ അടുത്ത കടയിലേക്ക് പോകുന്നു. Excuse me, Uber pickup for Jessica. 3F, C3F. Yep. You got 1 drink? Did she said is a drink inside? No. I didn't get the drink. Okay. Thank you. Have a good day. ഓക്കെ, ഇപ്പോൾ ഊബറിൻ്റെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൺഫേം പിക്കപ്പ് കൊടുത്തിട്ട് ഇവിടുന്ന് 2 കിലോമീറ്റർ. അഡ്രസ് 159 2nd Street. യെസ്, അപ്പം നമ്മൾ അത് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ പരിപാടികളൊക്കെ കുറച്ച് സ്പീഡിലായിരിക്കണം. നമ്മൾ അത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. വേറൊരു ഓർഡറും കിട്ടിയിട്ടുണ്ട്. ആ ഓർഡർ നമുക്ക് തൽക്കാലം ഇവനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ആ കടലിട്ടോ ഏകദേശം ആ ഭാഗത്ത് തന്നെ ആയിട്ടാണ് വന്നേക്കണം. പക്ഷേ ഇത് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. 300 meters turn left on John Street. മിക്കവാറും ഈ ഡെലിവറി ലേറ്റ് ആവും. അതാ ടാക്കോ ടൈമിൽ അവന്മാർ കറക്റ്റ് ടൈമിൽ ഓർഡർ തന്നില്ലല്ലോ. സോ അങ്ങനെ വരുമ്പം നമുക്ക് ഇങ്ങനെ 2 ഓർഡറൊക്കെ എടുക്കുമ്പോൾ ചിലപ്പം പണി കിട്ടും. ഈ സമയമില്ലാത്ത സമയത്ത് ഒരെണ്ണം പോലും ഇല്ലാണ്ട് എല്ലാം നമുക്ക് റെഡ് കിട്ടും. അത് നമുക്കൊരു പ്രത്യേകതര പ്രതിഭാസമാണ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഡോർഡാഷിലൊരു ബ്രേക്ക് എടുത്തിട്ട് ഊബറിൽ നമുക്ക് നമ്മുടെ കടയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പിക്ചർ ഓർഡർ നമ്മൾ എടുത്ത് ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ എത്തി. നമുക്ക് ഇതുകൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് തരാം.
ഇത് ഹോട്ടലാണ്, 5ാമത്തെ ഫ്ലോർ എന്നാണ് പറഞ്ഞേക്കണം. പോയി നോക്കാം. എക്സ്ക്യൂസ് മീ, റൂം നമ്പർ 510, 501. You can just leave it here and take a picture. Okay. Oh, is it for you? Yeah, good. Thank you so much. Just trying to take a picture. Oh, okay. You do you. All good. Thank you. Have a good day. You too. There you go. Thank you, sir. You're welcome. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞു. ചില ഹോട്ടലിൽ അങ്ങനെയാണ്, നമ്മൾ റൂമിലേക്ക് കയറ്റി വിടില്ല, അവരുടെ പ്രൈവസിയും കോപ്പൊക്കെ പറഞ്ഞ്. ആക്ച്വലി എനിക്ക് അങ്ങനെയുള്ള ഹോട്ടലിലാണ് ഇഷ്ടം. അതാകുമ്പോൾ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് മണ്ട വരെ പോകണ്ട, ജസ്റ്റ് ഫ്രണ്ട് ഡെസ്കിൽ ഫുഡ് വെക്കുക, ഇറങ്ങി പോവുക. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ഡോർഡാഷിന് അടുത്ത ഓർഡർ വന്നു. $11, 10 കിലോമീറ്റർ. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് അടുത്തത് നമ്മുടെ സൂപ്പർ സ്റ്റോറിൽ നിന്നുള്ളത്. Hey, picking up order for Lorry D from DoorDash, order number 2798. 2798? Yep. Okay, which parking spot are you in? Number 8. ഇപ്പം നമ്മുടെ ഓർഡർ കൊണ്ട് ആ പുള്ളി വരുന്നുണ്ട്. ഓർഡർ പിക്ക് ചെയ്തിട്ട് അടുത്ത പരിപാടിക്ക് പോകാം. ഇറ്റ്സ് എ ബിഗ് ഓർഡർ. Yeah. Full load, right? Yeah. Just let it be here. That's it, right? That's it. Okay, thank you. ഇത് കുറച്ച് വലിയ ഓർഡറാണ്, കുറച്ച് ചുമക്കേണ്ട വരും. എന്നാലും സാരമില്ല, നമുക്ക് കൊണ്ട് ഡെലിവറി ചെയ്യാം. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ്, 5.8 കിലോമീറ്റർ, 6 കിലോമീറ്റർ. അവിടെ പോയിട്ട് ഇനി വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് വരണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. 321 കണ്ടുപിടിക്കണം. 321, 317, 321 അവിടെ പോയി. 321. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീട്ടിലാണ് ഡെലിവറി. Okay, sit. Yeah, good. Hello. Hey, How are you? good. Good. Do you want me to just keep it here? Yeah. Store it on anywhere up there. Okay. Oops. Hello. Hi. Very hot. Yeah, it's too hot today. That's the last. Yep. Okay. That's it. Have a good day. You too. Thank you. അപ്പം ആ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് വരുന്നത് നോക്കാം. ഇന്നത്തെ ഡെലിവറി മൊത്തം ശോകമാണ്. 12 കിലോമീറ്റർ ഓടാൻ $6 പോരും. നോ വേ. ഞാൻ റിജക്റ്റ് ചെയ്ത് മടുത്ത്. ഇന്നിപ്പം 3:30 തുടങ്ങിയിട്ട് സമയം എത്രയായി? ഓൾമോസ്റ്റ് 7:55, 8 മണിയായി. ഇതുവരെ എത്ര $, കിട്ടിയെന്ന് നോക്കാനാണെങ്കിൽ ഊബറിൽ ഒരു $23 പ്ലസ് ഒരു എത്രയാണ്, ഒരു $7 കൂടെ വരാനുണ്ട്. അതായത് ഒരു $30. ഊബറിലൊരു $30. ഡോർഡാഷ് എടുത്ത് നോക്കുവാണെങ്കിൽ $48 പ്ലസ് ഒരു $5 എനിക്ക് ക്യാഷും കിട്ടി ടിപ്പായിട്ട്. അതായത് 30ഉം 48. 30 പ്ലസ് 48 പ്ലസ് 5, $83 കിട്ടി. കറക്റ്റ് 83 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, അതായത് മൈലേജ് കാണിക്കുന്ന 10. 8 ലിറ്ററിന് 1.35 ആണ്.
ഞാൻ ഫ്യൂവൽ അടിച്ച ചാർജ്. അപ്പം $1 പെട്രോൾ പോയിട്ട് $73 ആണ് ചിലവ് കഴിഞ്ഞിട്ടുള്ള. വണ്ടിയുടെ അല്ലാത്ത ചിലവൊന്നും കൊണ്ടില്ല, ജസ്റ്റ് ഫ്യൂവൽ ചാർജ് മാത്രം കുറച്ചിട്ട് $73. 3.5, 4.5, 5.5, 6.5, 7.5, 5.5 മണിക്കൂർ. 73 ഡിവൈഡഡ് ബൈ 5.5, $13 വെച്ചാണ് ഇന്നത്തേത്. ഇന്ന് വളരെ ഓട്ടം കുറവായിരുന്നു, വൻ നഷ്ടമാണ്. വെറും $13 വെച്ചാണ് ഒരു മണിക്കൂറിന് കിട്ടിയേക്കണേ, ആഫ്റ്റർ ഫ്യൂവലും എല്ലാം കൂടെ. ഇന്നൊരു 11 മണി വരെ ഓടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നോക്കാം 11 മണിയാകുമ്പോഴത്തേനും ഒരു 150 എത്തിക്കാൻ പറ്റുമെന്ന്. അപ്പം അടുത്ത ഓർഡർ കിട്ടുമ്പോൾ കാണാം. ഞാൻ കുറേ ഓർഡർ എടുത്തായിരുന്നു, ക്യാമറയ്ക്ക് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല ഓർഡർ വരുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ടൈം ഓൾമോസ്റ്റ് 10 മണിയായിട്ടുണ്ട്. കുറേ ഡെലിവറിയും കൂടെ ഞാൻ എടുത്ത്, അപ്പം എല്ലാം കൂടെ എത്രയായി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, $44 ഇത് ഊബറിനകത്ത് കാണിക്കുന്നുണ്ട്, പ്ലസ് ഒരു $7 വരാനുണ്ട്. അപ്പം 44, 7, 51.71. ഓക്കെ, അപ്പം ഊബറിൽ നിന്ന് 51.71, ഇത് 60.34, 51.71 പ്ലസ് 60.34, 112 പ്ലസ് $5 ക്യാഷ് ആയിട്ട് ടിപ്പ്, $117 ഓടി. മൊത്തം വണ്ടി ഓടിയേക്കുന്നത് 112 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 10, 11 × 1.35, $15 പെട്രോൾ മൈനസ് 117. ഓക്കെ, $100 ഇന്ന് ആകെപ്പാടെ കിട്ടിയേക്കുന്നത്. അതായത് 101 ഡിവൈഡഡ് ബൈ 6.5. ഓക്കെ, ഒരവർ ഇന്ന് കിട്ടിയത് $15 വെച്ചാണ്. ഓൾമോസ്റ്റ് $15 വെച്ച് ആഫ്റ്റർ ഫ്യൂവൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആവറേജ് ഒരു $100 ഉണ്ടാക്കണം ആഫ്റ്റർ പെട്രോൾ. അങ്ങനെ ഡെയിലി ഓടുവാണെങ്കിൽ മാസം ഒരു $3000 ഒപ്പിക്കാം ഈസി ആയിട്ട്. ഒരു 6 hours to 8 hours ഡെയിലി ചെയ്താൽ മതി. ഇപ്പോൾ ഏതായാലും 10 മണിയായി, ഇപ്പോഴും ബിസി ആയിട്ട് തന്നെയാണ് കിടക്കണേ. എന്നാലും വലിയ ഓർഡേഴ്സ് ഒന്നും കിട്ടുന്നില്ല. പിന്നെന്താ, ഞാനൊരു 1 hour കൂടെ ഓടിയിട്ട് ഇന്നത്തെ നിർത്തി. ഇനി ബാക്കി നാളെ എങ്ങനെ ഓടാൻ ഓർത്തിരിക്കുക. നോക്കട്ടെ, ഇന്നിപ്പോൾ ഇനി കൂടുതൽ ഓടുവാണെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പം ഇതായിരിക്കും ഈ വീഡിയോയുടെ എൻഡ്. ഏതായാലും ഇത് എൻ്റെ ആണെങ്കിൽ ഓക്കെ, ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ ബൈ ബൈ.